Fearful when others are greedy and be greedy when others are fearful. ഈ വാക്കുകൾ വാരൻ ബഫറ്റിന്റെ പ്രസിദ്ധമായ ഒരു ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി വിശദീകരിക്കുന്നവയാണ്. ബിസിനസ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭൂരിഭാഗം ആളുകളും അതേ ലാഭം ആഗ്രഹിച്ച് നിക്ഷേപം ചെയ്യുമ്പോൾ സൂക്ഷ്മത പാലിക്കുക. അതേസമയം മാർക്കറ്റിൽ ഭയം പറന്ന് മിക്ക ആളുകളും സ്റ്റോക്സ് വിറ്റു കഴിക്കുമ്പോൾ നല്ല അവസരങ്ങൾ ലഭിക്കാമെന്നതിനാൽ ധൈര്യത്തോടെ നിക്ഷേപിക്കുക. So hello everyone, welcome to another video of weekly updates from Inside Research Analytics. ഇനി ഗ്ലോബൽ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ അമേരിക്കൻ മാർക്കറ്റുകൾ 4 ആഴ്ചയിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലോസിന് ശേഷം ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ചൈനീസ് മാർക്കറ്റുകളാകട്ടെ വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്ക് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ജാപ്പനീസ് മാർക്കറ്റുകൾ നോക്കുമ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. ഒപ്പം ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 28 വരെ കണ്ടിന്യൂസ് ആയിട്ട് 5 മാസത്തെ ലോസ് തന്നെയായിരുന്നു. സെക്കൻഡ് വീക്കിൽ നമ്മൾ വീണ്ടും വീക്ക് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്റർ ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിന്റെ ക്ലോസിംഗ്. സെൻസസ് 4.17% ബെറ്റർ ആയിട്ടും നിഫ്റ്റി 4.26% ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇനി നമ്മൾ കമ്മോഡിറ്റി സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും കഴിഞ്ഞ ആഴ്ചയിൽ പുതിയൊരു റെക്കോർഡ് ഹിറ്റ് ചെയ്തിരുന്നു. $355.8 പെർ ഔൺസിനാണ് റെക്കോർഡ് വന്നിരുന്നത്. പക്ഷേ വെള്ളിയാഴ്ച $323 പെർ ഔൺസിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കോപ്പറും ബെറ്റർ ആയിട്ടാണ് വീക്ക് ടു വീക്ക് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം അലുമിനിയം, സിങ്ക്, നാച്ചുറൽ ഗ്യാസ് വീക്ക് ടു വീക്ക് സ്ലൈറ്റ്ലി വീക്ക് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് വീണ്ടും സ്ട്രെങ്തൻ ചെയ്തിരിക്കുകയാണ്. 85.94 കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി താരിഫ് റിലേറ്റഡ് ന്യൂസ് നോക്കുകയാണെങ്കിൽ ട്രംപ് വീണ്ടും പറയുന്നു ഏപ്രിൽ 2 മുതൽ റെസിപ്രോക്കൽ താരിഫ് നല്ല രീതിയിൽ തന്നെ ഇമ്പോസ് ചെയ്യുമെന്ന്. എലോൺ മാസ്കിന്റെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ അണ്ടറിലുള്ള അഡ്മിനിസ്ട്രേഷൻ ഒരു ഡയറക്റ്റീവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ അമേരിക്കൻ ഗവൺമെന്റിന്റെ കൺസൾട്ടൻസി കൊടുത്തിട്ടുള്ള എല്ലാ കമ്പനികളിൽ നിന്നും ബില്ലിംഗ് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1700 കോൺട്രാക്ടുകൾ ഇതിനോടകം ക്യാൻസൽ ആക്കിയിട്ടുമുണ്ട്. ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കഴിഞ്ഞ ആഴ്ചയിൽ ആക്സെഞ്ചർ IT ഗ്ലോബൽ സ്റ്റോക്ക് പ്രൈസിലെല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ IT കമ്പനികൾക്കും ഇതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എല്ലാം ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. കാരണം അമേരിക്കൻ ഗവൺമെന്റുകളിൽ നിന്നും ഓർഡേഴ്സ് ഉള്ള ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. അവരുടെ ബില്ലിംഗ് റേറ്റ് ഒന്നും അടുത്ത വർഷങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറാൻ സാധ്യതയുമില്ല. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും ഈ താരിഫ് അനൗൺസ്മെന്റുകൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒപ്പം ഓപ്പൺ AI മെറ്റ പ്ലാറ്റ്ഫോം അവരുടെ AI ടൂളുകൾ റിലയൻസ് ജിയോയിൽ കൂടി സബ്സ്ക്രിപ്ഷൻ കുറച്ചുകൊണ്ട് ഇന്ത്യയിൽ ഓഫർ ചെയ്യാനുള്ള ഡിസ്കഷനും നടക്കുന്നുണ്ട്. ഇങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും ഇത് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് ആണ്. കാരണം അവരുടെ സബ്സ്ക്രിപ്ഷൻ കൂടും, അതുപോലെ തന്നെ റവന്യൂ. എലോൺ മാസ്കിന്റെ SpaceX കമ്പനിയായിട്ട് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സർവീസ് കൊടുക്കാനുള്ള ടൈപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വന്ന മേജർ ന്യൂസ് എന്ന് പറയുന്നത് ബെയിൻ ക്യാപിറ്റൽ മണപ്പുറത്തിന്റെ സ്റ്റോക്ക് എടുക്കാനുള്ള ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുള്ളതാണ്. തീർച്ചയായും ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് മണപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ വെള്ളിയാഴ്ച മണപ്പുറം സ്റ്റോക്ക് ഒരു അപ്വേർഡ് ബ്രേക്ക്ഔട്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ 235-36 ലെവലിലാണ് ബെയിൻ ക്യാപിറ്റൽ ഓപ്പൺ ഓഫർ വരാൻ പോകുന്നത്. നമ്മൾ മുത്തൂറ്റ് ഫിനാൻസും അതുപോലെ തന്നെ മണപ്പുറമായിട്ടുള്ള ഒരു ഫണ്ടമെന്റൽ പാരാമീറ്റേഴ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ മണപ്പുറം വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഒപ്പം മെയിൻ ക്യാപിറ്റൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫേമിന്റെ മാനേജ്മെന്റ് എഫിഷ്യൻസിയും കൂടി ഈ കമ്പനിക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഗോൾഡ് ലോൺ കമ്പനിയാണ് മുത്തൂറ്റ്. ഏകദേശം വരുന്നത് 1 ലക്ഷം കോടി രൂപയാണ്. മണപ്പുറത്തിന്റെ ആകട്ടെ 44,000 കോടി രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് മുത്തൂറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഈ ധനകാര്യ വർഷത്തെ അവസാനത്തെ ക്വാർട്ടറിലെ അവസാനത്തെ മന്താണ് മാർച്ച് മന്ത്. നോർമലി അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള റോൾ ഓവർ എല്ലാം കാണുന്നത് ഈ ആഴ്ചയിലാണ്. ഏപ്രിൽ മാസത്തിൽ വീണ്ടും മാർക്കറ്റ് മുന്നേറാനുള്ള സാധ്യതകളാണ് പുട്ട് കോൾ റേഷ്യോ എല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു പോസിറ്റീവ് ഇമ്പാക്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒപ്പം വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച ബൈങ് ഫിയർ നോക്കുകയാണെങ്കിൽ 7,470 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളാണ് വാങ്ങിയിട്ടുള്ളത്. ഒപ്പം നമ്മുടെ ഫണ്ടുകൾ 3,202 കോടിക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബെറ്റർ സെന്റിമെന്റ് തന്നെയാണ്. ഈ ആഴ്ച റമദാൻ ഫാസ്റ്റിംഗ് അവസാനിക്കുന്നതോടുകൂടി വീണ്ടും നിഫ്റ്റി മുന്നേറാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസ് വരുന്നത്.
ഫിനാൻഷ്യൽ ഇയർ 2024-25 ബാധകമായ സ്റ്റോക്ക് വിൽപ്പന നികുതി നിയമങ്ങൾ ഉടൻ അവസാനിക്കാൻ പോവുകയാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് 12 മാസത്തിന് മുകളിലായി ഓഹരി ഹോൾഡ് ചെയ്ത ശേഷം വിൽക്കുകയാണെങ്കിൽ 12.5% നികുതി ബാധിക്കും. ആദ്യത്തെ 1.2 ലക്ഷം രൂപ വരെ നികുതിക്ക് ഇളവ് ലഭിക്കും. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അതായത് 12 മാസത്തിനകം വിൽറ്റാൽ 20% ഫ്ലാറ്റ് നികുതി ബാധിക്കും. ഇൻട്രാഡേ ട്രേഡിംഗ് സ്പെക്യുലേറ്റീവ് ബിസിനസ്സായി കണക്കാക്കപ്പെടുന്നതിനാൽ നികുതി വ്യക്തിയുടെ ആദായ നികുതി സ്ലാബ് അനുസരിച്ച് നിർണ്ണയിക്കപ്പെടുന്നതാണ്. അടുത്ത വീക്കോട് കൂടി ഈ ഒരു വർഷത്തെ സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. 28 മാർച്ച് ആണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേ വരുന്നത്. 2025-26 ഫിനാൻഷ്യൽ ഇയർ നെക്സ്റ്റ് വീക്കോട് കൂടെ സ്റ്റാർട്ട് ചെയ്യും. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ വെറും വിദ്യാഭ്യാസപരമായതും പൊതുവായ വിവരങ്ങൾ മാത്രമാണ്. ഇത് സാമ്പത്തിക ഉപദേശമായി കണക്കാക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തിൽ അപകട സാധ്യതകൾ കൂടുതലാണ്. നഷ്ടവും സംഭവിച്ചേക്കാം. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ സ്വതന്ത്ര ഗവേഷണം നടത്തുന്നത് നല്ലതായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു സാമ്പത്തിക ഉപദേശകനുമായി കൂടിയാലോചിച്ചതിനു ശേഷം മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ടു കമന്റ്. ഹാവ് എ നൈസ് ഡേ.